എല്ലാവർക്കും ഷാനിംസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഖാലി ലിനക്സിന്റെ ബാലൻസ് ഉണ്ടായിരുന്ന കുറച്ച് കമാൻഡ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാനിപ്പോൾ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നേ ഉള്ളൂ, അതാണ് ഇതിൽ കാണാത്തത് കേട്ടോ. സോ നമ്മളിനി ഇന്ന് തൊട്ട് എത്തിക്കൽ ഹാക്കിങ്ങിലോട്ട് കാലെടുത്ത് വെക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ എത്തിക്കൽ ഹാക്കിങ്ങിലോട്ട് കയറുന്നതിന് മുൻപായിട്ട് നമ്മൾ എത്തിക്കൽ ഹാക്കിങ്ങിൽ എന്താണ് ശരിക്കും നടക്കുന്നതെന്ന് നമ്മൾ അറിയണം. എത്തിക്കൽ ഹാക്കിങ്ങിന്റെ മെത്തഡോളജി നമ്മൾ അറിയണം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എത്തിക്കൽ ഹാക്കിംഗ് മെത്തഡോളജീസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ വീഡിയോയിലോട്ട് കയറുന്നതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എത്തിക്കൽ ഹാക്കിംഗ് മെത്തഡോളജിയാണ്. ഞാനൊരു PPT ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല, ഞാൻ അതിൽ പോയിന്റ് ഔട്ട് ചെയ്തുതരാം. ഓക്കെ, അതിന് മുൻപ് നമുക്ക് അതിൻ്റെ ഒരു ഇമേജ് കാണണ്ടേ. ഇതാണ് ഹാക്കിംഗ് മെത്തഡോളജി. അത് ന്യൂ ടാബിൽ ഓപ്പൺ ചെയ്യാൻ വേണമെങ്കിൽ. ഓക്കെ, 5 മെയിൻ സ്റ്റെപ്പാണ് ഇതിൽ എത്തിക്കൽ ഹാക്കിങ്ങിൽ വരുന്നത്. എത്തിക്കൽ ഹാക്കിങ്ങിലാണെങ്കിലും ഹാക്കിംഗ് ആണെങ്കിലും 5 മെയിൻ സ്റ്റെപ്പാണ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയണത്, ഞാനത് ഇങ്ങോട്ട് നീക്കാം. ഫസ്റ്റ് വൺ, ഇൻഫോർമേഷൻ ഗ്യാതറിംഗ്. റെക്കൺസെൻസ് എന്ന് പറയുന്നതും ഇൻഫോർമേഷൻ ഗ്യാതറിംഗ് എന്ന് പറയുന്നതും സെയിം ആണ്. ഓക്കെ, ഇൻഫോർമേഷൻ ഗ്യാതറിംഗ് അല്ലെങ്കിൽ റെക്കണൈസൻസ്. ഓക്കെ, ഫസ്റ്റ് വൺ ഇൻഫോർമേഷൻ ഗ്യാതറിംഗ്. ആൻഡ് അടുത്തതായിട്ടുള്ളത് സ്കാനിങ്. തേർഡ് പോയിന്റ്, ഗെയിനിങ് ആക്സസ്. ഫോർത്ത് വൺ, maintaining access, and fifth one, covering tracks. Okay, covering tracks അല്ലെങ്കിൽ നമുക്ക് പറയാം ക്ലിയറിംഗ് ലോഗ്സ്. അതാ കവറിംഗ് ട്രാക്സ്. ഇങ്ങനെ 5 പോയിന്റ്സ് ആണ് എത്തിക്കൽ ഹാക്കിംഗ് മെത്തഡോളജിയിൽ വരുന്നത്. ഇതിൽ ഓരോന്ന് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് ഇൻഫോർമേഷൻ ഗ്യാതറിംഗ് അല്ലേ. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് ഇൻഫോർമേഷൻ ഗ്യാതറിംഗ്. ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഒരു ട്രഷർ ബോക്സ് ഉണ്ട്, അതല്ലെങ്കിൽ ഒരു വീട് എടുക്കാം. നമുക്ക് വീടാണ് കുറച്ചും കൂടി ബെസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ. ഒരു വീട്, ആ വീടിനുള്ളിലോട്ട് നമുക്ക് കയറണമെങ്കിൽ നമ്മൾ കള്ളന്മാരാണ് കേട്ടോ. ആ വീടിനുള്ളിലോട്ട് നമുക്ക് കയറണമെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ആ വീടിന്റെ സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ആ പ്ലാൻ അറിഞ്ഞിരിക്കണം. വീട് എങ്ങനെയൊക്കെയാണ്, അതിന്റെ ചുറ്റുപാടൊക്കെ എങ്ങനെയാണ്, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അവിടുത്തെ എൻവയോൺമെന്റ് ഒക്കെ എങ്ങനെയാണ് അല്ലെ. എന്നാലേ നമുക്ക് നമ്മൾ മെയിൻ ആയിട്ട് ഒരു വീടിനുള്ളിൽ ഒരു ട്രഷർ ബോക്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു വലിയൊരു വീട്, അതിനുള്ളൊരു ട്രഷർ ബോക്സ് ഉണ്ട്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അത് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഈ വീടിന്റെ സ്ട്രക്ചർ അറിയണം, അതിന് ചുറ്റുപാട് അറിയണം, വീട് എങ്ങനെയാണ്, എത്രയൊക്കെ ഡോർ ഉണ്ട്, ഇതിലൂടെയൊക്കെ കയറാനായിട്ട് പറ്റും, ഏതാണ് നമുക്ക് സേഫസ്റ്റ് ആയിട്ടുള്ള വേ, ഈസി ആയിട്ട് കയറാൻ പറ്റുന്ന വേ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനുണ്ട് അല്ലേ. നമുക്ക് പറ്റാവുന്ന അത്രയും ഇൻഫോർമേഷൻസ് നമ്മൾ ആ വീടിനെ പറ്റി കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അതേപോലെ തന്നെയാണ് ഈ ഇൻഫോർമേഷൻ ഗ്യാതറിംഗ് എത്തിക്കൽ ഹാക്കിങ്ങിലും. എത്തിക്കൽ ഹാക്കിങ്ങിനെ നമുക്കൊരു ട്രഷർ ബോക്സ് കണ്ടുപിടിക്കണമെന്ന് നമുക്ക് പറയാം. ഒരു സിസ്റ്റത്തിനുള്ളിൽ കയറിയിട്ട് ഒരു ട്രഷർ കണ്ടുപിടിക്കാം, ഒരു നിധി കണ്ടുപിടിക്കാം. അതിനുള്ളിലോട്ട് കയറണമെങ്കിൽ ആ സിസ്റ്റത്തിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മാക്സിമം നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ആ സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ എന്താണ്, ഏതൊക്കെ ഇതിലൂടെ കയറാനായിട്ട് പറ്റും, എങ്ങനെയൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും, അങ്ങനെ കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കണം. അതാണ് ഈ ഇൻഫോർമേഷൻ ഗ്യാതറിംഗ് എന്ന് പറഞ്ഞ ഫേസിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എവിടെ നിന്ന് ഇങ്ങനെ ഇൻഫോർമേഷൻ കിട്ടും? ഇൻഫോർമേഷൻ കളക്ട് ചെയ്യണമെന്ന് മനസ്സിലായി, ഇൻഫോർമേഷൻ എവിടെ നിന്ന് കിട്ടും? നമുക്ക് വീട്ടിലോട്ട് തന്നെ തിരിച്ചു വരാം. ഒരു വീടിന്റെ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യണം. ആ വീട്ടിൽ ആരൊക്കെയുണ്ട്, എത്ര ആൾക്കാരുണ്ട്, അവരൊക്കെ എപ്പോൾ പുറത്തു പോകും, എപ്പോൾ അകത്തുണ്ടാവും, ആ വീട്ടിലോട്ട് എങ്ങനെയൊക്കെ കയറാം, ഏതൊക്കെ ഡോറുണ്ട്, അങ്ങനെ പല വിധത്തിൽ നമുക്ക് ആ കള്ളനെ കണ്ടുപിടിക്കേണ്ടി വരും അല്ലേ. ആ കള്ളന്മാർക്ക് എവിടെ നിന്ന് അത് കിട്ടാം? പബ്ലിക്കിൽ നിന്ന് ആളുകളോട് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ ആളുകൾ സംസാരിക്കുന്നത് കേട്ടാൽ മതി അല്ലേ.
അപ്പൊ അതേപോലെ തന്നെ നമുക്ക് എന്താക്കാൻ പറ്റും, ഈ ഒരു സിസ്റ്റത്തിനെ കുറിച്ചിട്ടുള്ള സ്ട്രക്ചറും ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് പബ്ലിക് റിസോഴ്സസ് ത്രൂ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. പബ്ലിക് ആണ് നമ്മുടെ സോഴ്സ് വരുന്നത്. ഓക്കെ, നമുക്ക് വേറെ ഒരു ഇപ്പൊ ഗൂഗിളിന്റെ ഉള്ളിലത്തെ ഒരു ട്രഷർ ബോക്സ് അല്ല, ഗൂഗിളിലത്തെ ഒരു ഇത് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഗൂഗിളിന്റെ ഉള്ളിലോട്ട് ഹാക്ക് ചെയ്ത് കയറണം. ഒരു ഹാക്ക് ചെയ്യാന്ന് വെച്ചാൽ അത് നശിപ്പിക്കാന്നല്ലാട്ടോ അർത്ഥം. അത് ആദ്യം മനസ്സിലാക്കുക. അതിൽ ഒരു സൈറ്റ് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ എന്താണോ അതിലത്തെ ഒരു സെക്യൂരിറ്റി വൾനറബിലിറ്റി കണ്ടുപിടിക്കുന്നതാണ് ഹാക്കിങ്. ഓക്കെ, അങ്ങനെ കണ്ടുപിടിച്ച അതുവഴി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുക, അത് എങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ളതൊക്കെ കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്യലാണ് ഒരു എത്തിക്കൽ ഹാക്കറിന്റെ ഡ്യൂട്ടി. അല്ലാതെ ആ കണ്ടുപിടിച്ച സൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കുക എന്നുള്ളതല്ല. അത് ആദ്യം മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് അവിടുത്തെ എങ്ങനെ ഇൻഫോർമേഷൻസ് കിട്ടും? നമുക്ക് പബ്ലിക് സോഴ്സസ് തന്നെ ഇൻഫോർമേഷൻ കിട്ടും. അല്ലാതെ നമുക്കിപ്പം ഗൂഗിളിനെ കുറിച്ചെങ്കിൽ എല്ലാ ഇൻഫോർമേഷൻ വേണം, ഗൂഗിൾ ഇൻഫോർമേഷൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നമുക്കൊന്നും കിട്ടില്ല. ഓക്കെ, നമുക്ക് പബ്ലിക് റിസോഴ്സസ് തന്നെ ഇൻഫോർമേഷൻ കിട്ടും. അതിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് ഓസിൻ, ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ്. ഓക്കെ, ഓസിൻ എന്ന് വെച്ചാൽ ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ്. അത് ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യുക, ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ്. ഓക്കെ, ഞാൻ ഇതിന്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് തരുന്നില്ല. ഞാൻ ഇത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരും, പിന്നെ അതൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതും ഞാൻ പറഞ്ഞുതരും. അതിന്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ട ഡ്യൂട്ടി നിങ്ങളുടെയാണ്. ഞാൻ വേണമെങ്കിൽ നോട്ട്സ് ഒക്കെയുള്ള ലിങ്ക് ഒക്കെ ഞാൻ ഷെയർ ചെയ്ത് തരുന്നുണ്ട്. നമ്മുടെ ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഞാൻ ഇങ്ങനെ നോട്ട്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. നോട്ട്സ് അല്ല, ലിങ്കും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താക്കുക, അതിൽ പോയി ചെക്ക് ചെയ്ത് നോക്കാം. അതിൽ പോയിട്ട് നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇൻഫോർമേഷൻ ഗ്യാതറിങ് എന്താന്ന് മനസ്സിലായി. ദെൻ അടുത്തതാണ് എന്ത്, സ്കാനിങ്. സ്കാനിങ് എന്ന് പറയുകയാണെങ്കിൽ സ്കാനിങ് നെറ്റ്വർക്ക് ആണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ആ ഒരു ട്രഷർ ബോക്സിന്റെ അല്ലെങ്കിൽ ആ ഒരു വീടിന്റെ ഒരു സ്ട്രക്ചർ കിട്ടിയില്ലേ, എത്രയൊക്കെ ഡോർ ഉണ്ട്, അവരൊക്കെ എപ്പോൾ ഉണ്ടാവും, ഏതൊക്കെ ഡോറിൽ കൂടെ പോകാൻ പറ്റും, അങ്ങനെയൊക്കെ ഒരു സ്ട്രക്ചർ കിട്ടി. പക്ഷെ ആ വീടിനുള്ളിലോട്ട് കയറണമെങ്കിൽ ഒരു കീ വേണ്ട, നമുക്ക് ഒരു താക്കോല് വേണ്ടേ, അത് എവിടെ നിന്ന് കിട്ടും? അപ്പൊ ഈ എത്തിക്കൽ ഹാക്കിങ്ങിൽ ഈ താക്കോലിനെ നമ്മൾ പറയുന്ന പേരാണ് വൾനറബിലിറ്റീസ്. ഓക്കെ, പക്ഷെ നമുക്കത് എവിടെ നിന്ന് കിട്ടും? അങ്ങനെ കീ കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ്, ആ കീ കിട്ടിയാലേ എന്താണ് നമുക്ക് ഇതിലോട്ട് കയറാനായിട്ട് പറ്റുള്ളൂ. കീ കിട്ടണമെങ്കിൽ നമുക്ക് എന്തറിയണം, ആ ഒരു നെറ്റ്വർക്കിൽ എന്തൊക്കെ സർവീസസ് കൊടുക്കുന്നുണ്ട്, എന്തൊക്കെ പോർട്ടുകൾ അതിൽ ഓപ്പൺ ആണ്, ഏതൊക്കെ സർവീസിന്റെ ഏതൊക്കെ ടൈപ്പ് വേർഷൻസ് ആണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിനെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു വീടെന്ന് പറഞ്ഞ പോലെ തന്നെ വീട്ടില് കീ വേണം കയറണമെങ്കിൽ അല്ലേ. ആ കീ കണ്ടുപിടിക്കണേ നമുക്ക് ആദ്യം അറിയണം ആ ഒരു ഡോറ് ഏത് ഡോറാണ് നമുക്ക് ഈസി ആയിട്ട് തുറക്കേണ്ട ഡോറ്, അതിന്റെ ലോക്ക് ഒക്കെ എങ്ങനെയാണ്, അതിൽ കയറി എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടോ എന്നുള്ളതൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ എന്താക്കുക, അതിന് സൂട്ടബിൾ ആയിട്ടുള്ള കീ കണ്ടുപിടിക്കുക അല്ലേ. അതേപോലെ തന്നെ നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങൾ കണ്ടുപിടിക്കണം ആ കീ കിട്ടണമെങ്കിൽ. ഇപ്പൊ ഞാൻ പറയുന്നു, ഒരു ഒരു വീടിന്റെ ബാക്കിലത്തെ ഡോറ് ജസ്റ്റ് ചാരിയിടുള്ളൂ, ഒരിക്കലും അടക്കില്ല, പൂട്ടില്ല. അപ്പൊ നമുക്കറിയാം എന്ത്, ആ ഡോറിലൂടെ കയറാൻ പറ്റും എന്നുള്ളത് ആ കള്ളനറിയാം ഇല്ലേ. അതേപോലെ നമുക്ക് അറിയണം ഈ ഒരു നെറ്റ്വർക്കിൽ എന്തൊക്കെ സർവീസ് കൊടുക്കണം, സർവീസ് ഉണ്ട്, എന്തൊക്കെ വേർഷൻസ് യൂസ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ഓപ്പൺ പോർട്ടുകൾ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് അറിയണം. എന്നാലേ നമുക്ക് ആ വൾനറബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ സ്കാനിങ് ചെയ്യണത്, നെറ്റ്വർക്ക് സ്കാൻ ചെയ്യണത്. അതെങ്ങനെ സ്കാൻ ചെയ്യും, അതിന് വേണ്ടിയിട്ട് കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്, എൻമാപ്പ്, അങ്ങനെ കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ അതിൽ നമ്മൾ കവർ ചെയ്യും. ഓക്കെ, അപ്പം ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്തിട്ട് നമ്മൾ എന്താക്കും, നമ്മൾ ആ നെറ്റ്വർക്കിനെ സ്കാൻ ചെയ്യും. എന്തിന്, അതിലത്തെ വൾനറബിലിറ്റീസ് കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, പിന്നെ അടുത്തതാണ് ഗെയിനിങ് ആക്സസ്. നമ്മൾ വൾനറബിലിറ്റി കണ്ടുപിടിച്ചു, സ്കാനൊക്കെ ചെയ്തിട്ട് ഇത്ര ഓപ്പൺ പോർട്ട് ഉണ്ട്, ഇങ്ങനെ ഇതൊക്കെ ഇത്രയൊക്കെ സർവീസ് അതിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെയാണ് വേർഷൻസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു. ഇങ്ങനെ കണ്ടുപിടിച്ചാൽ മാത്രം പോരല്ലോ, നമുക്ക് അതിനുള്ളിലോട്ട് കയറണ്ടേ. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു കള്ളൻ ആ ഒരു വീടിന്റെ
തുറക്കാൻ പറ്റുന്ന ഡോറ്, ഈസി ആയിട്ട് തുറക്കാൻ പറ്റുന്ന ഒരു ഡോറ് കണ്ടുപിടിച്ചു. അത് കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, അത് തുറന്ന് അതിന് ഉള്ളിലോട്ട് കയറണം. അതാണ് നമ്മുടെ കയ്യിൽ ഗെയിനിങ് ആക്സസ് എന്ന് പറയണത്. ഓക്കെ, എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു അഡ്മിൻ യൂസറും ഉണ്ട്, ഒരു നോർമൽ യൂസറും ഉണ്ട്. ഓക്കെ, അപ്പം അഡ്മിൻ യൂസർക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ചിലപ്പോൾ നോർമൽ യൂസർക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, അപ്പൊ നമ്മൾ നോർമൽ യൂസർ ആയിട്ട് കയറിയിട്ട് നമുക്ക് അഡ്മിൻ യൂസറിന്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ ഒരു വൾനറബിലിറ്റി ഉണ്ട്. അഡ്മിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ ഒരു വൾനറബിലിറ്റി ഉണ്ട്. ഓക്കെ, ഇപ്പൊ എന്താ പറയാ, നോർമൽ യൂസറും അഡ്മിൻ യൂസറും. ഈ നോർമൽ യൂസർ ലോഗിൻ ചെയ്ത് കയറിയിട്ട് അയാൾക്ക് പുതിയൊരു പേര് ആഡ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം. ഓക്കെ, ആഡും എഡിറ്റാണ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉള്ളൂ നോർമൽ യൂസർക്ക്. ഈ അഡ്മിനെ മാത്രമേ ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ആഡ് ചെയ്യണം, നോർമൽ യൂസർ പ്രോഡക്റ്റ് ആഡ് ചെയ്യണു, എഡിറ്റ് ചെയ്യണു. ഈ അഡ്മിൻ മാത്രമേ ആ പ്രോഡക്റ്റ് ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ നോർമൽ യൂസർ ആയിട്ട് കയറിയിട്ട് നമുക്കും ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ ഒരു വൾനറബിലിറ്റി ഉണ്ട്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഓക്കെ, നമുക്കും അങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് ഈ അഡ്മിൻ യൂസറിന്റെ പ്രിവിലേജ് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നമ്മൾ ഗെയിനിങ് ആക്സസിലൂടെ ചെക്ക് ചെയ്യും. അങ്ങനെ നമുക്ക് ഡോറ് തുറന്ന് കിട്ടി, കള്ളൻ ഡോറ് തുറന്ന് അകത്ത് കയറിയാൽ മാത്രം പോരല്ലോ, അവിടെ കുറച്ച് നേരം എന്തായാലും നിൽക്കേണ്ടി വരും. നമുക്ക് സാധനങ്ങൾ അടിച്ചു മാറ്റാൻ, നമ്മുടെ ട്രഷർ ബോക്സ് അടിച്ചു മാറ്റാനായിട്ട് അവിടെ കുറച്ച് നേരം നിൽക്കേണ്ടി വരും. അതിനാണ് നമ്മൾ മെയിൻറ്റെയിനിങ് ആക്സസ് എന്ന് പറയുന്നത്. നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയാൽ മാത്രം പോരാ, അവിടെ നമ്മൾ നമ്മുടെ ആക്സസ് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു കള്ളൻ തുറന്ന് കയറി ഡോർ അടച്ച് ലോക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ആ താക്കോൽ അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോയി. കള്ളൻ എങ്ങനെ പുറത്ത് കിടക്കും? അതല്ലെങ്കിൽ പോട്ടെ, കള്ളൻ ആ ഡോറിന് അവിടെ അടുത്തെത്തി, ഡോറ് തുറന്നു കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് ആ ഡോറ് ക്ലോസ് ആയി. ആ ടൈമിൽ കള്ളൻ്റെ ആ താക്കോലും പോയി. അപ്പൊ എങ്ങനെ കള്ളൻ വീണ്ടും അകത്ത് കയറും? ഓക്കെ, അപ്പൊ ഇതിൽ മെയിൻറ്റെയിനിങ് ആക്സസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആക്സസ് കിട്ടിയാൽ മാത്രം പോരാ, അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കൂടി നമ്മൾ പഠിക്കണം. ഓക്കെ, എന്ന് വെച്ചാല് ഈ ഹാക്കേഴ്സ് ഒക്കെ കുറച്ച് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ട്, മാലീഷ്യസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ സിസ്റ്റത്തിന് ആക്സസ് ഒക്കെ എടുക്കുന്നവരുണ്ട്. ഇപ്പൊ നമ്മൾ നിങ്ങൾ ഫ്രീ വേർഷൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് വൈറസ് ഉള്ള വേർഷൻസ് ആയിരിക്കും. ആ വൈറസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ട്രോജൻ ആയിരിക്കാം, ബാക്ക്ഡോർ ആയിരിക്കാം, വേം ആയിരിക്കും, എന്ത് വേണമെങ്കിലും ആയിരിക്കാം. എന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റത്തിന്റെ ആക്സസ് അവർ പിടിച്ചു, നമ്മുടെ സിസ്റ്റത്തിലെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവർക്ക് എടുക്കാനായിട്ട് പറ്റും. മാത്രമല്ല ഇപ്പൊ നമ്മുടെ സിസ്റ്റത്തിന്റെ ക്യാമറ ഓൺ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ടൈപ്പ് ചെയ്യാനൊക്കെ ഹാക്കേഴ്സിന് പറ്റും. ഓക്കെ, അപ്പൊ അതെങ്ങനെയാന്ന് വെച്ചാൽ അവര് ഓരോ ട്രോജൻ വൈറസുകൾ നമ്മുടെ സിസ്റ്റത്തിലോട്ട് ഇൻജെക്ട് ചെയ്തിട്ട് അവിടെ ആക്സസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ആക്സസ് ഗെയിൻ ചെയ്താൽ മാത്രം പോലെ ആക്സസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കൂടി നമ്മൾ മെയിൻറ്റെയിനിങ് ഫേസിലാണ് നമ്മൾ നോക്കണം. ക്ലിയർ ആയോ? പക്ഷെ ഒരു എത്തിക്കൽ ഹാക്കർ ആണെങ്കിൽ ഈ ട്രോജൻ വൈറസോ ബാക്ക് ഡോറോ വേംസോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യില്ല. ഓക്കെ, നോർമലി ഇങ്ങനെ അറ്റാക്കേഴ്സ് ഇങ്ങനെ ഒരാളുടെ സിസ്റ്റം നശിപ്പിക്കണം, എടുക്കണം, അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാർ മാത്രമേ ഇങ്ങനെയൊക്കെ ട്രോജനൊക്കെ യൂസ് ചെയ്യുള്ളൂ. പക്ഷെ ട്രോജൻ ഒന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല, അത് ഇല്ലീഗലാണ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ക്ലിയറിംഗ് ലോക്സ്. ക്ലിയറിംഗ് ലോക്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു കള്ളൻ കയറി മോഷ്ടിച്ച് തിരിച്ചു വരുമ്പോൾ കള്ളൻ വന്നതിൻ്റെ ഒരു വിരലടയാളം പോലും അവിടെ അവശേഷിക്കാനായിട്ട് പാടില്ല. അതേപോലെ തന്നെ ഒരു ഹാക്കർ ഒരു സിസ്റ്റത്തിൽ കയറി ആക്സസ് ഗെയിൻ ചെയ്തു, ആക്സസ് മെയിൻറ്റെയിൻ ചെയ്തു, അവർക്ക് വേണ്ട ഡാറ്റാസ് ഒക്കെ എടുത്തു, തിരിച്ചിറങ്ങുന്ന നേരത്ത് അവർ കയറി എന്നുള്ളതിൻ്റെ ഒരു എവിഡൻസ് പോലും അവിടെ റിമെയിൻ ചെയ്യാനായിട്ട് പാടില്ല. അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇതാണ് എത്തിക്കൽ ഹാക്കിങ്ങിന്റെ 5 മെത്തഡോളജീസ്: ഇൻഫോർമേഷൻ ഗ്യാതറിംഗ്, സ്കാനിങ്, ഗെയിനിങ് ആക്സസ്, മെയിൻറ്റെയിനിങ് ആക്സസ് ആൻഡ് കവറിംഗ് ട്രാക്സ്. ഇത് ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു ബ്രീഫ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ.
ഇത് നമ്മൾ ഇനി എങ്ങനെ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുന്നുള്ളതാണ് അടുത്ത വീഡിയോസിലൊക്കെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിനു മുൻപ് നിങ്ങൾക്കുള്ള ഒരു ടാസ്ക് ആണ് ഈ പറഞ്ഞിട്ടുള്ള 5 മെത്തഡോളജീസിന്റെ ചെറിയൊരു നോട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഇത് ഇപ്പോ ലൈവ് ക്ലാസ് അല്ലല്ലോ, ഞാൻ ഇത് നോക്കാനായിട്ട് പോകുന്നില്ലല്ലോ എന്ന് വെച്ചിട്ട് ഇരിക്കരുത്. കാരണം നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടോ, നോട്ട് പ്രിപ്പയർ ചെയ്യാം, എനിക്ക് അത്രേ പറയാനുള്ളൂ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഫസ്റ്റത്തെ മെത്തഡോളജി ആയിട്ടുള്ള ഇൻഫോർമേഷൻ ഗ്യാതറിങ് വെച്ചിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.